Video or photo? Photo and then video if Okay. possible, if you have time. Okay. ഇപ്പോൾ കണ്ട പുള്ളിക്കാരൻ ഒരു മറാഠി ഫിലിം പ്രൊഡ്യൂസറാണ്. ആള് പാലക്കാട് കാണാനായിട്ട് ഇങ്ങോട്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു സെർലോ. 85 കിലോമീറ്റർ പോയിട്ട് നമ്മളൊന്നൊരു ഗ്രാമം കാണാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ ഞാൻ ഈ ചായ നോടിയട്ടെ. ഇതാണ് എൻ്റെ എനർജി ബൂസ്റ്റർ. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുക്കാടാണ് കേട്ടോ. NH47, നമ്മുടെ പഴയ NH47 ഇപ്പം NH544 ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാം കേട്ടോ. അങ്ങോട്ട് കന്യാകുമാരി വരെയും ഇങ്ങോട്ട് സേലം വരെയും. അപ്പം നമുക്ക് കൊണ്ടത് അങ്ങോട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഇപ്പോൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിനീത് ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന പാലക്കാടത്തെ കുറച്ച് ഗ്രാമങ്ങളെ കുറിച്ച്. ഈ കൊടുവായൂര്, പല്ലശ്ശന, പല്ലാവൂര്, കൊല്ലങ്കോട്, അങ്ങനെ കുറച്ച് ഗ്രാമങ്ങൾ. അപ്പോൾ കൊല്ലങ്കോടുക്കാണ് നമ്മളൊന്ന് പോണത്. കൊല്ലങ്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് കൊല്ലങ്കോട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. അന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മളൊക്കെ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളോട് ടീച്ചർമാരെന്തെങ്കിലും ഡ്രോയിങ്സ് ഒക്കെ വരക്കാൻ പറയും. ആ സമയത്ത് നമ്മൾ വരക്കുന്ന ഒരു ചിത്രമുണ്ട്. 2 മലകൾ, അതിൻ്റെ ഇടയിൽ ഒരു പാടം, ഒരു സൂര്യൻ, ഒരു മൺവഴി. നമ്മൾ മാത്രമല്ല, അങ്ങനെ കോമൺ ആയിട്ട് മിക്ക ആൾക്കാരും, മിക്ക ചെറിയ കുട്ടികളും വരക്കുന്ന ഒരു ചിത്രമാണത്. അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും കൊല്ലങ്കോട്. അങ്ങനെയാണ് എനിക്ക് അന്ന് കൊല്ലങ്കോട് കണ്ടപ്പോൾ തോന്നിയത്. നമ്മൾ നെല്ലിയാമ്പതി പോകുന്ന സമയത്ത് സീതാർ കൊണ്ട് വ്യൂ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രാമം കാണാൻ പറ്റും. ആ ഗ്രാമമാണ് കൊല്ലങ്കോട് ഗ്രാമം. പാലക്കാട് ടൗണിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20 കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ട്, പൊള്ളാച്ചി റൂട്ടിൽ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് കാണാം. നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു മലനിരകളുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മ കുതിരാൻ ടണൽ കഴിഞ്ഞ് വന്ന്, പക്ഷെ കുതിരാൻ ടണൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേനും ക്യാമറയുടെ ബാറ്ററി ചാർജ് കഴിഞ്ഞിട്ട് ആ വിഷ്വൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോ മംഗലം പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇപ്പൊ നമുക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഒരു യൂട്ടേൺ അടിക്കണം. അവിടുന്ന് ഒരു യൂട്ടേൺ അടിച്ചിട്ട് വേണം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഒരു 230 മീറ്ററോളം പോയി കഴിഞ്ഞാൽ നമ്മ ഈ പാലത്തിന്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് യൂട്ടേൺ എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് പോയിട്ട് നമ്മൾ സർവീസ് റോഡ് കയറി അതിലാണ് പോണത്. അപ്പൊ ഇതുവരെയുള്ളൂ നമുക്ക് ബൈപ്പാസിലൂടെ ഉള്ള ട്രാവലിങ്. ഇതിലാണ് നമ്മ ഈ ഒരു യൂട്ടേൺ അടിക്കണം. ഇതിലാണ് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകേണ്ടത്. ഇതിൽ ലെഫ്റ്റിലോട്ട് കയറി കഴിഞ്ഞ് നമ്മൾ വേറൊരു റൂട്ടിൽ കയറും. ഒരു നമ്മുടെ പൊള്ളാച്ചി റൂട്ടാണത്. പള്ളാടം പൊള്ളാച്ചി റൂട്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. ഈ റൂട്ടാണ് പൊള്ളാച്ചി റൂട്ട്. ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും, കൊല്ലങ്കോട്. നമ്മൾ ഏകദേശം കൊല്ലങ്കോട് എത്താറായിട്ടുണ്ട്. ഇനിയും ഒരു 5 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷേ നമുക്ക് മഴ പണി തരാൻ ചാൻസ് ഉണ്ട്. മഴയത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ മഴയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വലിയ മഴയാണെങ്കിൽ പണി കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റിലോട്ട് നോക്കി കഴിഞ്ഞാല് നെല്ലിയാമ്പതി മലകളൊക്കെ കാണാം. പക്ഷെ
ഫുള്ള് കോട മൂടിക്കെടുക്കാണ്. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാലൊന്നും കാണാൻ തന്നെ പറ്റൂല. ഞാൻ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്ടാ. അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ട മലനിരകൾ ഫുള്ള് മഞ്ഞ് മൂടി നിൽക്കാണ്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം. പക്ഷെ ഈ ക്യാമറയിൽ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ സൈഡിൽ ഫുള്ള് പാടങ്ങളാണ് ട്ടാ. അങ്ങോട്ട് റോഡുണ്ട്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഈ സൈഡിലും അത് മൊത്തം പാടങ്ങളാണ്. അവിടെ പാടത്ത് ചേച്ചിമാർ എന്തോ ചെയ്യുന്നുണ്ട്, പറമ്പിൽ എന്തോ പണിയെടുക്കുന്നുണ്ട്. ഈ സൈഡിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ അതാണ് ഇവിടെ വണ്ടി നിർത്താൻ കാരണം. വേറെ ലെവലൊരു വൈബാണ് ഇവിടെ. നമുക്ക് ഇനിയും ഒരു 5 കിലോമീറ്ററോളം ഇനിയും പോകാനുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പത്തിനും ചിലപ്പോൾ മഴ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കൊല്ലങ്കോട് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം വെച്ചാൽ നല്ല മഴ പെയ്തു. ഞാൻ അത് കാരണം ഇവിടെ കയറി നിൽക്കണം. സമയം ഇപ്പോൾ 10:24. കൊല്ലങ്കോട് തന്നെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നെല്ലിയാമ്പതി മലകൾ. ഈ സൈഡൊക്കെ ഫുള്ള് വയലാണ്, ആ സൈഡ് മലകൾ. ഞാനിപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്ടാ. ഒരു രക്ഷയിലിട്ട സ്ഥലം. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കാണൂലേ നമ്മൾ വരക്കണ ആ ചിത്രം, അതന്നെ ഒരു രക്ഷയില്ല. അവിടെ ഒരു ചെറിയൊരു തട്ടുകട ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചായക്കട ഉണ്ട്. അവിടെ നിന്നൊരു ചായ എന്തായാലും കുടിക്കണം. ആ ഓക്കെ. വീഡിയോ or photo? Photo and then video if Okay. possible, if you have time. Okay. That background? Yeah. Light is enough. Okay. Video. Can I sit there and Okay. Anna, sorry, I am disturbing you there. Okay. No problem. ഇപ്പോൾ കണ്ട പുള്ളിക്കാരൻ ഒരു മറാഠി ഫിലിം പ്രൊഡ്യൂസറാണ്. ആള് പാലക്കാട് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ 2-3 ഫോട്ടോസൊക്കെ എന്നോട് എടുത്തു വരുമെന്ന് വെച്ച് ഞാൻ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു കൊടുത്ത്. അപ്പോൾ ആള് മലയാളം ആക്ട്രസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പേരുകൾ പറഞ്ഞു. അതിലെനിക്ക് മനസ്സിലായത് നിമിഷ സജൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥലം എന്താ പറയുക, ട്രെൻഡിങ്ങിലൊക്കെ നിൽക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഇതേപോലുള്ള ചെറിയ ചെറിയ ചായക്കടകളാണ്, ചെറിയ ചെറിയ തട്ടുകടകൾ, എല്ലാം ഓല മേഞ്ഞ കടകളാണ് കേട്ടോ. പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ 2 സൈഡ് ഫുള്ള് പാടം, ആ സൈഡാണെങ്കിൽ മലകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ല നെല്ലിയാമ്പതി മലനിരകളാണ് കാണുന്നത്. അതിൻ്റെ മുകളിലൊക്കെ ഫുള്ള് എന്താ പറയുക, ഒരു കോടിറങ്ങി നിൽക്കണം. ശരിക്കൊരു പഴയ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. ഞാൻ ആ ചായക്കട ആണ് അന്വേഷിക്കുന്നത്. ഇവിടെ എവിടെയോ ചായക്കട ഉണ്ട്, ചായക്കടകളുണ്ട് കുറേ ഇഷ്ടം പോലെ. എല്ലാം ഒരു പഴയ രീതിയിലുള്ള ചായക്കടകളാണ്. ഇതാറുകൊണ്ട് എത്ര കിലോമീറ്റർ? ഇപ്പോൾ സീതാർകുണ്ട് വാട്ടർഫാൾസിലേക്ക് നമുക്ക് കൊണ്ട് കിടന്നു 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ റോഡൊക്കെ ശരിക്കും ഒരു വേറെ ലെവൽ റോഡുകളാണ് കേട്ടോ. ഫുള്ള് പാറപ്പുറാണ്. റോഡാണോ പാറണോ ഒന്നും മനസ്സിലാവുന്നില്ല. റോഡൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, വെള്ളം ഒലിച്ചൊലിച്ച് വന്നിട്ട്. അപ്പോൾ സീതാർകുണ്ട് വാട്ടർഫാൾസ് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്.
ഇപ്പൊ ശരിക്കും ആ മലകള് നമ്മളെ ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കണ്ട. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച പോലെ ഒരിക്കലും ഒരു ക്യാമറയിലും കിട്ടില്ല. എന്നാൽ പോലും കുറച്ചുകൂടി വലിയ ക്യാമറയിലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെയാണ് പാർക്കിംഗ്. പക്ഷെ ഇവിടെ പേ പാർക്കിംഗ് എഴുതിയിട്ടുണ്ട്. പൈസ പിടിക്കുന്ന ആരെയും കാണുന്നില്ലല്ലോ. വണ്ടിയുടെ ഇടയിൽ വെക്കാം. ഒരു മാവിന്റെ ചോട്ടിൽ വെക്കാമല്ലോ. ഇതിലൂടെ ഒരു 100 മീറ്റർ നടന്നാൽ വെള്ളച്ചാട്ടം എത്തും. വെള്ളച്ചാട്ടം ഞാൻ ശരിക്കും ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. മഴക്കാലമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല രീതിയിൽ ഒഴുകുന്നുണ്ടാവായിരിക്കും, ഐ തിങ്ക്. ഈ കാണുന്നതാണ് സീതാർകുണ്ട് വാട്ടർഫാൾസ്. നല്ല രീതിക്ക് തന്നെ ഒഴുക്കുണ്ട്. മഴക്കാലം ആയതുകൊണ്ടാണ്. ശരിക്കും ഞാനിപ്പോൾ ഈ കയറിയ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചില്ല, ഒരു റെഡ് റിബൺ കെട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല. ആ കാണുന്ന മലയിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. പക്ഷേ ഇവിടം വരെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നില്ല, മോശമില്ല. കാരണം ഞാൻ ഇങ്ങോട്ട് കയറിയതാണ്. ഞാനപ്പോൾ സീതാർകുണ്ട് വാട്ടർഫാൾസിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. നല്ല ദുസ്സഹമായ വഴികളാണ് കേട്ടോ അവിടെ. ഭയങ്കര ഒരു എന്താ പറയുക, മല കയറി അങ്ങോട്ട് പോകണം. അപ്പോൾ അടുത്തത് എനിക്കൊരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് വേണം. ഞാൻ ഉദ്ദേശിച്ച ആ ചായക്കട ഞാൻ ഇതുവരെ കണ്ടില്ല. ആ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കണം. ഇവിടുത്തെ റോഡ് കുറച്ച് സീനാണ് കേട്ടോ. ഫുള്ള് കുഴിയും കാര്യങ്ങളൊക്കെ ആണ് തോന്നണം. മഴ പെയ്തത് കൊണ്ടാവാനാണ് ചാൻസ്. ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, പക്ഷേ നമുക്കെല്ലാം എടുക്കാൻ പറ്റുമെന്നറിയില്ല. പരമാവധി കിട്ടുന്നതൊക്കെ എടുക്കാം. പിന്നെ മഴ ഒരു ചെറിയ പ്രശ്നം കൂടിയാണ്. ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് നിർത്തിയണ്ട. അവിടെ മാവാണെന്ന് തോന്നുന്നു, ചെറിയ ചെറിയ ഉയരം കുറഞ്ഞ മാവുകൾ നിൽക്കണം. നല്ല രസം തോന്നുന്നു. ശരിക്കും ഈ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്ടത്. അപ്പോൾ ഈ സ്ഥലത്തൊന്നും പോകാൻ തന്നെ തോന്നില്ല, അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. ഞാനപ്പോൾ കുറച്ച് നേരം പാട്ട് കേട്ടിട്ട് കടയിൽ നിന്നൊരു ചായ കുടിച്ചിട്ട് പോകാമോ. ചേച്ചി ഒരു പഴംപൊരി. ഈ കാണുന്ന ചായക്കടയിൽ നിന്ന് ഞാൻ ചായ കുടിച്ചിട്ട് കുറേ നേരം അവിടെ ഇരുന്നുട്ടാ. ഇവിടെ എത്ര നേരം ഇരുന്നാലും നമുക്കൊരു മടുപ്പൊന്നും ഫീൽ ചെയ്യില്ല, ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. അതിന് മുന്നായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതായത് നിങ്ങളെപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, അതിൻ്റെ ഒരു വൈബ്, അതൊരു വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബോർ അടിക്കൂലെന്ന് അവൻ എന്നോട് ചോദിച്ചു. ശരിക്കും അതേ ചിന്താഗതി തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ പക്ഷേ 1-2 വട്ടം ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തതിന് ശേഷം എനിക്ക് അതിൻ്റെ ഒരു ഫീൽ ഒരു വല്ലാത്ത ഫീലായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ഥലത്തുനിന്ന് പോകാൻ പോവാണ്. അപ്പോൾ ഇതുപോലൊരു അടിപൊളി സ്ഥലമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ദിസ് ഈസ് സാഡ്ലർ സൈനിങ് ഔട്ട്.